ഹലോ, വെൽക്കം ടു മോളിവുഡ് ടോക്കീസ്. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരുപാട് മികച്ച സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? DQ മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നു. പാൻ ഇന്ത്യൻ സ്റ്റാർ ആയതിനു ശേഷം ദുൽഖർ സൽമാന്റെ ഒരു മലയാള സിനിമയ്ക്കായി ആരാധകർ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഐ ആം ഗെയിം എന്ന ബ്രഹ്മാണ്ഡ സിനിമയാണ് DQ നായകനായി എത്താൻ പോകുന്നത്. RDX എന്ന ഗംഭീര സിനിമയ്ക്ക് ശേഷം നഹാസ് സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമയാണ് ഐ ആം ഗെയിം. നഹാസ് ആദ്യം സോഫിയ പോളിനോട് പറയുന്നത് ഐ ആം ഗെയിമിന്റെ സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷേ ഒരു നവാഗത സംവിധായകനായതുകൊണ്ടും ഒരു ബ്രഹ്മാണ്ഡ സിനിമയായതുകൊണ്ടും അന്ന് അത് സംഭവിച്ചില്ല. എന്നാൽ ഇന്ന് ദുൽഖർ പ്രൊഡക്ഷനിൽ ആ സിനിമ ഒരുങ്ങുകയാണ്. എല്ലാ ആരാധകർക്കും ദുൽഖർ സൽമാന്റെ ഒരു മികച്ച സിനിമ, നഹാസിന്റെ രണ്ടാമത്തെ സിനിമ, നമുക്കതിനായി കാത്തിരിക്കാം. വിലായത് ബുദ്ധ, മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സംവിധായകരിൽ ഒരാളായ സച്ചി ചെയ്യാൻ ആഗ്രഹിച്ച സിനിമയായിരുന്നു വിലായത് ബുദ്ധ. തൻ്റെ സൃഷ്ടിയല്ലാതെ മറ്റൊരു കഥയിൽ ഇൻസ്പയറായി അത് സംവിധാനം ചെയ്യാൻ അദ്ദേഹം അത്രമാത്രം ആഗ്രഹിച്ച ഒരു നോവലായിരുന്നു വിലായത് ബുദ്ധ. ഇന്ന് ആ സിനിമ ചെയ്യുന്നത് സച്ചിയുടെ തന്നെ അസോസിയേറ്റ് ആയ ജയൻ നമ്പ്യാരാണ്. ഈ നോവലിന്റെ എഴുത്തുകാരനായ ഇന്ദുഗോപാൽ തന്നെയാണ് ഈ സിനിമയുടെ തിരക്കഥയും ഒരുക്കുന്നത്. പൃഥ്വിരാജാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം ഡബിൾ മോഹനായി എത്തുന്നത്. 120 ദിവസത്തിലേറെ ഷൂട്ടിംഗ് നടന്ന ഈ സിനിമയുടെ പ്രമേയം മറയൂരിലെ ചന്ദനക്കടത്തും ഡബിൾ മോഹൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയും ആസ്പദമാക്കിയാണ്. സച്ചി അത്രമേൽ ചെയ്യാൻ ആഗ്രഹിച്ച സിനിമ സച്ചിയുടെ അസോസിയേറ്റ് ഡയറക്ടറിനാൽ പുറത്തിറങ്ങുന്നത് നമുക്ക് കണ്ടാസ്വദിക്കാം. വിലായത് ബുദ്ധയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. ഇനി നമുക്ക് കാത്തിരിക്കാനുള്ളത് ഒരു കോമഡി സിനിമയ്ക്കാണ്. വിപിൻ ദാസ് പ്രൊഡക്ഷനിൽ വരുന്ന വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഇതിന്റെ സംവിധായകൻ വിപിൻ ദാസിന്റെ തന്നെ അസോസിയേറ്റ് ഡയറക്ടറായ എസ് വിപിനാണ്. ആ സിനിമയുടെ പോസ്റ്റർ കണ്ടാൽ തന്നെ അറിയാം, പേര് പോലെ തന്നെ ആ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു മരണം, ആ മരണത്തിലെത്തുന്ന ബന്ധുക്കളുടെ കഥയാവണം വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഒരുപാട് ആർട്ടിസ്റ്റുള്ള സിനിമയിൽ പ്രധാന വേഷത്തിൽ അനശ്വര എത്തുന്നു, ജോൺ മോൻ ജോർജ് എത്തുന്നു, സിജു സണ്ണി എത്തുന്നു. വാഴയിലെ അതേ ടീം വീണ്ടും ഒന്നിക്കുമ്പോൾ തിയേറ്ററിൽ ഒരു ചിരിയുടെ മാലപ്പടക്കം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാം മറന്ന് 2-2.5 മണിക്കൂർ ചിരിച്ചാസ്വദിക്കാനായി നമുക്ക് വ്യസന സമേതം ബന്ധുമിത്രാദികൾക്കായി കാത്തിരിക്കാം. ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ റിലീസ് സിനിമകളുടെ കാലമാണല്ലോ. റിലീസ് സിനിമകൾക്ക് ആളുകൾ ഒരുപാട് കാത്തിരിക്കുന്നുമുണ്ട്. ഇതുവരെ റിലീസായ സിനിമകളിൽ ഏറ്റവും പഴക്കം ചെന്ന സിനിമ ശരപഞ്ചരം. ഒരു കാലത്ത് മലയാളികളെ രോമാഞ്ചം കൊള്ളിച്ച, ഇന്നും ഓർമ്മകളിൽ ജീവിക്കുന്ന ജയൻ എന്ന അതുല്യ പ്രതിഭയെ ബിഗ് സ്ക്രീനിൽ കാണാൻ ഒരവസരം. യുവതലമുറ അറിയാത്ത, അല്ലെങ്കിൽ അവർക്കറിയാൻ സാധിക്കാതെ പോയ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച സിനിമകളിലൊന്ന് ജയന്റെ ശരപഞ്ചരം. ഏപ്രിൽ 25-ന് 4K ഡോൾബി അറ്റ്മോസിൽ തിയേറ്ററുകളിൽ എത്തുന്നു. ഹരിഹരനാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. മലയാളികൾക്ക് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരുപാട് സിനിമകൾ, പഴശ്ശിരാജ, വടക്കൻ വീരഗാഥ, നഖക്ഷതങ്ങൾ, അങ്ങനെ ഒരുപാട് മികച്ച സിനിമകൾ നൽകിയ ഹരിഹരന്റെ കരിയറിലെ ആദ്യ കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമയാണ് ശരപഞ്ചരം. നമ്മൾ കണ്ടിട്ടില്ലാത്ത മലയാള സിനിമയുടെ ഒരു കാലഘട്ടമാണ് സ്ക്രീനിൽ എത്താൻ പോകുന്നത്. എല്ലാവർക്കും ഈ സിനിമ കണ്ട് നമുക്ക് പഴമയിലേക്കൊന്ന് തിരിച്ചു പോവാം. ശരപഞ്ചരത്തിനായി കാത്തിരിക്കാം. തമിഴിൽ നിന്നും വിക്രം നായകനാവുന്ന സിനിമ ധീര വീര സൂരൻ. ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, സുരാജ് വെഞ്ഞാറമ്മൂട് ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നു എന്നതാണ്. വിക്രം, സുരാജ് വെഞ്ഞാറമ്മൂട്, കൂടെ എല്ലാത്തിലും ഉപരിയായി SJ സൂര്യയും. ഈ 3 പേരും ഒന്നിക്കുമ്പോൾ തിയേറ്ററിൽ എന്തുമാത്രം അഭിനയ പ്രക്ഷാളനം ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഒരു രാത്രിയിലെ കഥയാണ് സിനിമയാകുന്നത് എന്ന് സുരാജ് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. ഈ സിനിമയുടെ സംവിധായകൻ അരുൺകുമാറിന്റെ അവസാന സിനിമ ചിത്തയായിരുന്നു. അത് തിയേറ്ററിൽ ഉണ്ടാക്കിയ ഓളവും പ്രേക്ഷകർക്ക് നൽകിയ അനുഭൂതിയും ഇന്നും ആരുടെ മനസ്സിൽ നിന്നും മറന്നിട്ടില്ല. അത്തരം ഒരു മികച്ച സംവിധായകനിൽ നിന്നും വിക്രവും സുരാജ് വെഞ്ഞാറമ്മൂടും SJ സൂര്യയുമായി എത്തുമ്പോൾ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദൃശ്യാനുഭവം നമുക്കുണ്ടാവുമെന്ന് ഉറപ്പാണ്. തുടരെ പരാജയ സിനിമകൾ വരുന്ന വിക്രമിന് കംബാക്ക് ആകട്ടെ ഈ സിനിമ. തമിഴ് സിനിമകളെ എന്നും നെഞ്ചോട് ചേർക്കുന്ന നമ്മൾ മലയാളികൾ ധീര വീര സൂരനെ നെഞ്ചോട് ചേർക്കട്ടെ.
ഈ സിനിമയ്ക്കായും നമുക്ക് കാത്തിരിക്കാം. വീണ്ടും ഒരു ധ്യാൻ പടം എന്ന് കരുതണ്ട ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനെ. ഈ സിനിമയുടെ പ്രത്യേകത എന്തെന്നാൽ ഇതിന്റെ നിർമ്മാണം സോഫിയ പോൾ ആണ് എന്നത് തന്നെയാണ്. എന്നും മികച്ച സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സോഫിയ പോൾ എന്ന പ്രൊഡ്യൂസർ മുൻപന്തിയിലാണ്. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് ഒരുപാട് മികച്ച നവാഗത സംവിധായകരെ നൽകിയ പ്രൊഡ്യൂസറാണ് സോഫിയ പോൾ. അപ്പോൾ സോഫിയ പോളിന്റെ പ്രൊഡക്ഷനിൽ ധ്യാൻ ശ്രീനിവാസനും സിജു വിൽസനും ഒന്നിക്കുന്ന ഒരു മികച്ച സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. മറ്റൊരു ധ്യാൻ പടമാകുമോ ഇല്ലയോ എന്ന് നമുക്ക് പ്രേക്ഷകർക്ക് കാത്തിരുന്ന് തന്നെ കാണാം.